അർഹരായവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അനർഹർ എന്നൊന്നും പറയാനില്ല. ഇതൊരു അസാധാരണ തീരുമാനത്തിലൂടെ വന്നിട്ടുള്ളൊരു മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അസാധാരണ തീരുമാനത്തിലൂടെ വന്നിട്ടുള്ള മുഖ്യമന്ത്രി രൂപീകരിക്കുന്ന ഒരു ക്യാബിനറ്റിനെ നമുക്ക് പുതിയ ക്യാബിനറ്റ് എന്ന് പറയാം. വലിയ പ്രതീക്ഷയോടെയാണല്ലോ ഈ ക്യാബിനറ്റിനെ, ഈ മന്ത്രിസഭയെ കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. 63 പേരാണ് കോൺഗ്രസിൽ നിന്ന് വിജയിച്ചത്. ആ 63 പേരിൽ 12 പേരിൽ ഒരാൾ മുഖ്യമന്ത്രി, 11 മന്ത്രിമാരെ തിരഞ്ഞെടുക്കുക അത്ര എളുപ്പമല്ല. അപ്പോൾ നമ്മൾ മുൻകാലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള പോലെയുള്ള വലിയ തർക്കങ്ങളില്ലാതെ മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞു. ചിലരൊക്കെ പരിഭവം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വി ടി ബലറാമിനെ പോലുള്ള ആളുകൾ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ടുകൊണ്ടാണ് അവരുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ചില ആളുകൾക്ക് പ്രതിഷേധമുണ്ട്, അമർഷമുണ്ട്. പക്ഷേ എങ്കിൽ പോലും വലിയ പൊട്ടിത്തെറികളില്ലാതെ, വലിയ തർക്കങ്ങളില്ലാതെ കോൺഗ്രസിൻ്റെ മന്ത്രിമാരെ തീരുമാനിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോഴും ഈ പറഞ്ഞതുപോലെ കെ സി വേണുഗോപാലിൻ്റെ ഒരു അപ്രമാദിത്വം, ഒരു വലിയ സാന്നിധ്യം ഈ മന്ത്രിസഭയിലുണ്ട് എന്നുള്ളതാണ്. കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായില്ല എങ്കിലും, മുഖ്യമന്ത്രി പദം വിട്ടുകൊടുത്തു എങ്കിലും കെ സി വേണുഗോപാലിനൊപ്പം നിന്നിട്ടുള്ള ഏതാണ്ട് 8 പേർ ഈ മന്ത്രിസഭയിലുണ്ട് എന്നുള്ളതാണ്. അക്കാര്യത്തിൽ വി ഡി സതീശൻ വലിയ പിടിവാശി പിടിച്ചിട്ടില്ല. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയായല്ലോ. അതുകൊണ്ട് വലിയ പിടിവാശി പിടിച്ചിട്ടില്ല. ആ പിടിവാശി പിടിച്ചിട്ടും കാര്യമില്ല. കാരണം കെ സി വേണുഗോപാൽ ഉൾപ്പെട്ട AICC ആണ് ആരൊക്കെ കേരളത്തിൽ മന്ത്രിമാരാകണം എന്ന കാര്യത്തിൽ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ കെ സി വേണുഗോപാലിനൊപ്പം നിന്നിട്ടുള്ള ഇപ്പോൾ AP അനിൽകുമാർ ആയിക്കോട്ടെ, സണ്ണി ജോസഫ് ആയിക്കോട്ടെ, PC വിഷ്ണുനാഥ് ആയിക്കോട്ടെ, M ലിജു ആയിക്കോട്ടെ, ഇപ്പോൾ OJ ജനീഷ്, അതുപോലെ റോജി ആണെങ്കിലും, അതുപോലെ ബിന്ദു കൃഷ്ണയാണെങ്കിലും എല്ലാവരും, അങ്ങനെ 8 പേർ കെ സി പക്ഷക്കാരാണ്. കെ സി പക്ഷക്കാർ ഈ മന്ത്രിസഭയിൽ വന്നു എന്നതാണ്. അവിടെ രമേശ് ചെന്നിത്തല 2 പേർക്ക് വേണ്ടി പിടിമുറുക്കിയിരുന്നു. ഒന്ന് അൻവർ സാദത്തിന് വേണ്ടിയും IC ബാലകൃഷ്ണന് വേണ്ടിയും. IC ബാലകൃഷ്ണൻ 2ാം ടേം എന്നുള്ള നിലയിൽ അദ്ദേഹം മന്ത്രിസഭയിൽ വരും. പക്ഷേ ആദ്യ ടേം അദ്ദേഹത്തിനില്ല. അൻവർ സാദത്ത് മന്ത്രിസഭയിൽ നിന്ന് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ കാര്യമായി പരിഗണിച്ചതാണ്. അൻവർ സാദത്തിന് വേണ്ടി ശക്തമായി ചെന്നിത്തല വാദിച്ചുവെങ്കിലും അദ്ദേഹം വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുവെങ്കിൽ പോലും പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടൽ കൊണ്ട് ടി സിദ്ദിഖ് വയനാട്ടിൽ നിന്ന് മന്ത്രിസഭയിലേക്ക് വന്നതോടുകൂടി അൻവർ സാദത്തിൻ്റെ പേര് വെട്ടേണ്ടി വന്നതാണ്.